ആഫ്റ്റർനൂൺ. രതീഷ് പരപ്പനങ്ങാടി കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇന്ന് സാറ് കൂടെ പോയപ്പോൾ പെട്ടെന്ന് കണ്ടതാ, മലപ്പുറത്തിൻ്റെ അതിർത്തിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ പോയിട്ടുണ്ടോ? പോകാത്തവരുണ്ടെങ്കിൽ ഇതിലെന്തായാലും ഒന്ന് പോകണം. അത്രയും പ്രകൃതി ഭംഗിയും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ കിടിലൻ ഒരു സ്ഥലമാണ്. ഇതപ്പുറത്ത് കണ്ടോ? എവിടെയാ സ്ഥലം എന്ന് മനസ്സിലായോ? കോഴിക്കോടാണ് കേട്ടോ. അതായത് നമ്മളെ മലപ്പുറത്തിൻ്റെ അതിർത്തി. ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലാണ്. പക്ഷെ നമ്മൾ റോഡിൽ നല്ല കൂളിങ്, നല്ല തണുപ്പ്. പിന്നെ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും കൂടിയാണ്. ഒരു ടൂറിസം അങ്ങനെ പലതും ഇവിടെ എത്തിക്കാൻ പറ്റും. ഇതധികം പേരും ഇതിൽ പോകാൻ ചാൻസ് കുറവാണ്. കാരണം സ്ഥലം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പോയിട്ടുണ്ടെങ്കിൽ. ഒന്നും കൂടി പറയാം, നമ്മളെ മലപ്പുറത്തിൻ്റെ അതിർത്തിയാണ് കേട്ടോ. ഇത് കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫാമിലി ഒത്തുകണ്ട് റൺ ചെയ്യാൻ, കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട്. ചില സമയങ്ങളിലൊക്കെ മീൻ പിടിക്കുന്നവരുണ്ടാവും. അത്രയ്ക്കും ഭംഗിയുള്ളൊരു ഏരിയയാണ്. നമ്മളിവിടെ കുറേ കറങ്ങി, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നൊക്കെ കുറേ അടിപൊളിയായിരുന്നു. ഒന്നും പറയാൻ വാക്കുകളില്ല. ആ പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാം നമുക്ക്. പ്രകൃതിയുടെ ഭംഗി, ആ പച്ചപ്പ്, നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ എത്ര നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തണുപ്പാണ്, കൂളിങ്, അത്രയും കൂളിങ്. പിന്നെ ഇതേതാ പാലം എന്നറിയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ലാസ്റ്റ് എത്തിയത്, ഇതറിയില്ല എല്ലാവർക്കും പാലം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ഒലിപ്പുറം കടവ് പാലാട്ടോ. അതിൻ്റെ മുകളിലൂടെ ഞങ്ങളിങ്ങനെ റൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടാൽ മനസ്സിലാവും എവിടെയാണ് എന്താണെന്നൊക്കെ. ഞങ്ങളിതിങ്ങനെ പോയത് എന്താ വെച്ചാൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടാണ്. സാറും കുറച്ച് ടയേർഡാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് നമ്മളെ എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണ് പുഴയോരം. ആ പുഴയോരത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വന്നു. ഈ പുഴയോരത്തൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ? വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടുത്തെ ഫുഡ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. ഞങ്ങൾ നേരെ ആ പുഴയോരത്തേക്ക് സാറ് വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ്. നല്ല നാടൻ ചോറും നമ്മളെ കേദാറാണ് പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് നല്ല സാമ്പാറും നല്ല മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് ഒന്നൊന്നര പിടുത്താണ്ട് പിടിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക വെച്ചാൽ, അവിടെ ഇറങ്ങിയ പാടന്നെ ഒരു മുത്തശ്ശിമാവ് എന്ന് പറഞ്ഞിട്ട് 151 വയസ്സ് പ്രായമുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിനടിയിൽ ഒരു ഊഞ്ഞാലും, കുട്ടികൾക്കൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഭക്ഷണം കഴിച്ചാൽ ഒന്ന് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. മുത്തശ്ശിമാവ് 151 വയസ്സ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരിതല്ലേ. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടുത്തെ ഫുഡിനെ പറ്റി അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. രതീഷ് പരപ്പനങ്ങാടി.